എൻ്റെ സ്പീഡ് അവയർനെസ് ക്ലാസ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നല്ല ഫ്രഷായിട്ട് ആ ക്ലാസ്സിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതി. അതായത് എന്തുകൊണ്ടാണ് സ്പീഡ് അവയർനെസ് ഇപ്പോൾ കിട്ടിയത്. ഇപ്പം എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 10 വർഷത്തോളമായി. ഇതെൻ്റെ രണ്ടാമത്തെ സ്പീഡ് അവയർനെസ് ആണ്. ആദ്യത്തേത് ലൈറ്റ്, അതായത് റെഡ് ലൈറ്റിലേക്ക് മാറുന്നതിന് മുമ്പ് യെല്ലോ ലൈറ്റ് വരുമല്ലോ. അപ്പം മറ്റേ വോക്കിങ്ങിൽ ഇതുപോലെ ലൈറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം റെഡ് ലൈറ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ, അതായത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാൻ കടന്നുപോയി. അപ്പം അതവർ ക്യാമറ പിടിച്ച് അങ്ങനെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ സ്പീഡ് അവയർനെസ് ക്ലാസ്. അതിപ്പോൾ 3 വർഷമായി. ഒരു സ്പീഡ് അവയർനെസ് ക്ലാസ്സിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. ആ 3 വർഷം അതിന് മുന്നേ നമുക്ക് പിന്നെ അടുത്തതിനൊരു സ്പീഡിന് കിട്ടുവാണെങ്കിൽ നമുക്ക് 100 പൗണ്ട് പെനാൽറ്റിയും പിന്നെ 3 പോയിൻറ്റ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് സ്പീഡിൻ്റെ ഈ കാൽക്കുലേഷൻസ് വരുന്നത്, എത്ര പോയിൻ്റ് വരെ നമുക്ക് നഷ്ടപ്പെടാം, എത്ര പോയിൻ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തും. മൊത്തം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിയുമ്പം നമുക്ക് 0 പോയിൻറ്റുകളായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് പോയിൻറ്റുകളൊന്നും അതിനകത്തില്ല. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് പെനാൽറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതായത് ആദ്യത്തേത് അവർ മാപ്പാക്കല്ല, നമ്മൾ 96 പൗണ്ട് തൊട്ട് 100 പൗണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു ഒരു 3 ആൾക്കാരുണ്ട് കോഴ്സ് നടത്തുന്നത്. അപ്പം ചിലർക്ക് 96 പൗണ്ട്, 98 പൗണ്ട്, 100 പൗണ്ട്, അങ്ങനെ നമ്മൾ സറേ പോലീസ് ആണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ 98 തോന്നുന്നു. എനിവേ ഞാൻ അറ്റൻഡ് ചെയ്തത് സറേ പോലീസിൻ്റെയാണ്, 98 പൗണ്ട്. അപ്പം അതിൻ്റെ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്ത് ഞാനിപ്പോൾ കഴിഞ്ഞു അതിൻ്റെ കോഴ്സ്. അത് കഴിഞ്ഞ് ഇനി എനിക്ക് ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ 3 പോയിൻ്റ് പോകും. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഒരെണ്ണോടെ വന്നു കഴിഞ്ഞാൽ ഈ 3 വർഷത്തിനുള്ളിൽ പിന്നെ എനിക്ക് ഒരെണ്ണോടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത 3 പോയിൻ്റ് പോകും. പിന്നെ ഒരെണ്ണോടെ വന്നു കഴിഞ്ഞാൽ 9, പിന്നെ ഒരു 3 പോയിൻറ്റും കൂടെ പോകും. അങ്ങനെ 12 പോയിൻ്റ് വരെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇനി ഇപ്പം എൻ്റെ 3 പോയിൻ്റ് ഇന്നാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ പോയിൻ്റ് പോവുക എന്നല്ല, അത് ഞങ്ങൾക്കൊക്കെ ഉള്ള തെറ്റിദ്ധാരണയാണ്. പോവുകയല്ല ചെയ്യുന്നത്, കിട്ടുകയാണ് ചെയ്തത്. ഈ കിട്ടുന്ന പോയിൻ്റ് 3 പെനാൽറ്റി ആയിട്ട് കിട്ടുന്നത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് ഈ ഇന്നത്തെ ഡേറ്റിൽ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടുള്ള സെയിം ഡേറ്റിലാണ് ഇത് എടുത്തു മാറ്റുന്നത്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല എന്താണ് എങ്ങനെയാണ് പോയിന്റ് സിസ്റ്റം എന്നുള്ളത്. പിന്നെ ഈ സ്പീഡ് അവയർനെസ് ക്ലാസ്സിൽ മെയിനായിട്ട് എനിക്ക് മനസ്സിലായ കുറേ പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റാണ്. അതായത് ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കാണുന്ന സ്ഥലത്ത് സ്പീഡ് ലിമിറ്റ് 30. ഇപ്പം എൻ്റെ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ മെയിൻ കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഡ് ലിമിറ്റ് എവിടെ എഴുതി കാണിക്കത്തില്ല. അപ്പം നമ്മൾ എങ്ങനെ അറിയും ഇന്ന സ്ഥലത്ത് ഇന്നതാണ് സ്പീഡെന്ന്? ചില സ്ഥലത്ത് എഴുതി കാണിക്കും, പക്ഷെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ എവിടെയും കാണിക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആബ്സെൻറ്റ് മൈൻഡായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അയ്യോ ഇനി ഏത് സ്പീഡിൽ പോകണ്ടേ, ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ മാക്സിമം സ്പീഡ് കുറച്ചിട്ട് അങ്ങ് പോകാൻ നോക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഈ സ്പീഡ് അവയർനെസ് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ 3 വർഷം മുന്നാണ്, അത് ഈ ലൈറ്റിൻ്റെ കാര്യം. രണ്ടാമത് കിട്ടാനുള്ളത് ഞാനൊരു രാത്രി 11 മണിക്ക് എന്തോ സാധനം അത്യാവശ്യമായിട്ട് ഫുഡ് തീർന്നു പോയിട്ട് എനിക്ക് വാങ്ങിക്കാൻ പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുമായിരുന്നു, വഴിയിലെങ്ങും ഒരു മനുഷ്യനുമില്ല. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പെട്ടെന്നൊരു പേടി വരുമല്ലോ. അതും വീടിൻ്റെ തൊട്ടടുത്ത് ഓടിച്ചെന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു വരാൻ അത്ര ദൂരമുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റോഡിൽ ആരുമില്ല, നല്ല ഇരുട്ടുമാണ്. ഞാൻ ഓടിപ്പോയി സാധനം വാങ്ങിച്ച് തിരിച്ചു വന്നു. പക്ഷേ ഈ സ്ഥിരം അറിയുന്ന സ്ഥലത്ത് തന്നെയാണ് എനിക്ക് ക്യാമറ പിടിച്ചത്. അത് നമുക്കറിയാം അവിടെ ക്യാമറ ഉണ്ടെന്ന്, പക്ഷേ ആ ഒരു ധൃതിയിലും ആ വെപ്രാളത്തിലും പിന്നെ റോഡിൽ ആരും ഇല്ല എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഫേക്ക് ധൈര്യം നമുക്ക് തരും. റോട്ടിൽ ആരും ഇല്ലെങ്കിൽ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള റോട്ടിലൊന്നും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല, ക്യാമറ പിടിക്കത്തില്ല. പക്ഷേ നമുക്ക് റോഡിലൊന്നും ഇല്ല, അതുപോലെ നമ്മൾ മോട്ടോർ വേയിൽ നിന്ന് പെട്ടെന്ന് ഈ സാധാരണ റോഡിലേക്ക് ഇറങ്ങുമ്പം, അർബൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ആ ഒരു സ്പീഡിൻ്റെ ആ ഒരു കൺട്രോൾ നമുക്ക് പെട്ടെന്നൊന്ന് ലൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് റീസൺസ് ഉണ്ട്. നമുക്ക് സ്ട്രെസ് ആയിരിക്കുമ്പം, നമ്മൾ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ ടയേർഡായിരിക്കുമ്പം, അങ്ങനെ നമ്മുടെ ഒബ്സർവേഷൻ കുറഞ്ഞു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് എല്ലാം ബാധകമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും നമ്മുടെ കാറിന് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് കാറിന്, പക്ഷേ അത് മോട്ടോർ വേയിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സാധാരണ റോഡുകളൊന്നും നമുക്ക് അത്രയും ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങ് പോകും. അപ്പം അത് നമ്മൾ സാധാരണ റോഡിൽ ഒരു 10,000 പ്രാവശ്യം ബ്രേക്ക് പിടിച്ച് വെച്ചാൽ പോകുന്നത്. അപ്പോൾ അത് വർത്തിയല്ല ആ ക്രൂയിസ് കൺട്രോൾ ഇടുന്നത്.
പിന്നെ എന്താ ഞാൻ പറഞ്ഞു വന്നേ, അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ രണ്ടാമത്തെ പിടിച്ചത്. അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് 30ആണ്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ അത് 60ആണ്. അതൊരു ബിഗ് ഡിഫറൻസ് ആണ്. ഞാൻ ഇന്ന് റിഫ്രഷ് കോഴ്സ് വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊന്ന് ഇതൊക്കെ ഒന്ന് ഇത് ചെയ്തെടുത്തത്, ഒന്നുകൂടി റിഫ്രഷ് ചെയ്തെടുത്തത്. പിന്നെ ഡ്യുവൽ ക്യാരേജ് വേ ആണെങ്കിൽ അത് സിംഗിൾ ക്യാരേജ് വേ 60ഉം ഡ്യുവൽ ക്യാരേജ് വേ 70ഉം, മോട്ടോർ വേ 70, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പുതിയ എല്ലാ കാറുകൾക്കും എഴുതിയിട്ടുണ്ടാവും, നമ്മുടെ ഈ സ്പീഡോമീറ്ററിൽ എഴുതിയിട്ടുണ്ടാവും നമ്മൾ എത്രയിലാണ് പോകേണ്ടതെന്നുള്ളത്. ഈ നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല എങ്കിൽ ഒരു 30 തന്നെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. കുറഞ്ഞു എന്നും പറഞ്ഞ് അങ്ങനെ, അല്ലെങ്കിൽ ഡെഡ്ലി കുറവായിരിക്കണം. അതായത് നമ്മൾ മറ്റ് കാറുകളെ അനോയ് ചെയ്യുന്ന രീതിയിൽ കുറവാക്കി കഴിഞ്ഞാൽ മാത്രമാണ് അവർ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചെറിയ സ്പീഡ് കുറച്ച് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ലൈസൻസും കാറ്, അവർ മെയിനായിട്ട് ഇതുപോലെ സ്പീഡ് ലിമിറ്റുകളുടെ കാര്യമാണ് മെയിനായിട്ട് കോഴ്സിൽ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ നമ്മൾ ഇത് വരുന്നത്, അതായത് എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് റഷ് ചെയ്യുന്നത്, ആ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം. പിന്നെ അതൊക്കെ തന്നെയാണ്, തന്നെയും പിന്നെയും സെയിം കാര്യങ്ങൾ തന്നെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇഷ്ടംപോലെ ബ്രേക്കും സമയവും, എന്ന് വെച്ചാൽ ഒരു കാര്യം നമുക്ക് സ്ക്രീനിൽ കാണിച്ചതിന് ശേഷം പിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നതും, പിന്നെ ഹസാർഡ് പ്രിവെൻഷൻ ട്രെയിനിങ് അത് നമ്മളെ കാണിച്ചു തരും. ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ അർബൻ റോഡിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത്. ഒരു 63% ആക്സിഡൻറ്റ് നടക്കുന്നത് അർബൻ റോഡിലാണ്. മോട്ടോർ വേയിൽ ആകെ നടക്കുന്നത് 7% ഒക്കെ ഉള്ളൂ. അതുപോലെ റൂറൽ, ഒട്ടും ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളിൽ നടക്കുന്നത് ഒരു 13% ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ അർബൻ, ആ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണല്ലോ, പെട്ടെന്ന് ആൾക്കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാറിൻ്റെ ഡോറ് തുറക്കാനുള്ള ചാൻസ് കൂടുതലാണ്, പെട്ടെന്ന് സൈഡ് ലൈനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സൈഡുകളിൽ നിന്ന് വണ്ടി കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു കയോട്ടിക് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനകത്ത് ജഡ്ജ്മെൻറ്റ് എടുക്കാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുന്നില്ല സ്പീഡിലാണെങ്കിൽ. അപ്പോൾ അതിനുള്ള സ്പീഡ്, പിന്നെ ഞങ്ങൾ മെയിനായിട്ട് കാണിച്ചു തന്നത് ഈ സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ, അതായത് 30 മൈൽ സ്പീഡിൽ പോകുന്ന ഒരു വെഹിക്കിൾ നമ്മുടെ റോട്ടിലൊരു ഹസാർഡ് കണ്ടു. അപ്പം നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണ്, ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദൂരം കൊണ്ടാണ് ആ വണ്ടി വന്ന് നിൽക്കുക. മറ്റേ F=mc² എന്നും പറഞ്ഞ് നമ്മുടെ ഫിസിക്സിൽ പണ്ട് പഠിച്ച ഒരു ഫോർമുല ഉണ്ടല്ലോ, ന്യൂട്ടൺസിന്, ആ ഒരു ഫോർമുലയൊക്കെയാണ് അത് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പം ഈ 30 എന്ന് പറയുന്നത് 31 ആണെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് ഇത് വന്ന് നിൽക്കത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ മുമ്പോട്ട് നീങ്ങിപ്പോവും. അപ്പോൾ അവർ അതൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് നന്നായിട്ട് നമുക്കത് ക്ലിക്ക് ചെയ്യും. എന്തിനാണ് നമുക്ക് 1 മൈൽ പോലും നമ്മളോട് കൂടുതൽ എടുക്കരുതെന്ന് പറയാനുള്ള റീസൺ. അങ്ങനെ നല്ല എൻഗേജിങ് ആയിരുന്നു. മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇതാക്കാനും മക്കി കളയാനും ഒന്നും പറ്റത്തില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അയാൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് തന്നെ ഉണ്ടോ, അത് ആരെങ്കിലും ഇടയ്ക്ക് വരുന്നുണ്ടോ. ഫെലിക്സ് ഇടയ്ക്കൊന്ന് കയറി വന്നു, അയാൾ എന്നോട് പറഞ്ഞു ആളോട് പോകാൻ പറ, കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 3 വർഷം നല്ല കോൺഷ്യസ് ആയിരിക്കണം, അല്ലെങ്കിൽ അടുത്ത പണി കിട്ടും. ശരിയെന്നാ.